ദൈവനാമം മഹത്വപ്പെടട്ടെ. വലിയ നോമ്പിലെ ഞായറാഴ്ചകളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായമാണ്. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ട് യേശു തമ്പുരാൻ അവന് സൗഖ്യം നൽകുന്നതും അവൻ്റെ സൗഖ്യദിനം ശാബത് ആയതിനാൽ അതിനെ വിമർശിച്ച പരീശന്മാർ സംസാരിക്കുന്നതും ആ സാഹചര്യത്തിൽ അവൻ്റെ മാതാപിതാക്കളുടെ പ്രതികരണവുമാണ് ഇന്നത്തെ വേദഭാഗം. നന്മ ചെയ്യുന്ന കർത്താവ് ശാബതാണെന്ന് ഉള്ളതിനപ്പുറത്ത് എങ്ങനെ ഒരു മനുഷ്യന് പുതിയ കൃപ കൊടുക്കാമെന്നാണ് ക്രിസ്തു ചിന്തിക്കുന്നത്. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനാണ്, എന്നാൽ കർത്താവ് അവന് സൗഖ്യം നൽകി. വെളിച്ചമില്ലാതിരുന്ന ഒരു മനുഷ്യന് വെളിച്ചം നൽകിയ കർത്താവ്. ജീവിതത്തിൽ അവൻ ഒന്നും കണ്ടിട്ടില്ല. പിറവിയിൽ മുതൽ ഈ നിമിഷം വരെ അവൻ്റെ കണ്ണുകളെ അന്ധത മൂടിയിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ കണ്ണിനെ കർത്താവ് ഒന്ന് സ്പർശിക്കുകയാണ്, സൗഖ്യം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉൾക്കണ്ണുകളെ യേശു മെശീഹ ഒന്ന് സ്പർശിക്കുവാനായിട്ട് നമ്മളൊന്ന് ആഗ്രഹിക്കണം. നമ്മുടെ അന്ധത മാറി വെളിച്ചം, ആ വെളിച്ചത്തിലൂടെ അനേകർക്ക് കൃപകൾ നൽകുവാൻ ഈ ദിനം നമ്മൾക്ക് ഇടയാകണം. ഇതേ സാഹചര്യത്തിൽ അവൻ്റെ സൗഖ്യം കണ്ടിട്ട് വിമർശിക്കുന്ന പരീശന്മാർ, യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 16 മുതൽ യേശു മെശീഹായെ വിമർശിക്കുന്ന പരീശന്മാരുടെ വലിയൊരു കൂട്ടം. പ്രിയപ്പെട്ടവരെ, എന്ത് നന്മ ചെയ്താലും വിമർശിക്കുന്ന ഒരു കൂട്ടർ ഇന്നുമുണ്ട്. എല്ലാത്തിനകത്തും കുറ്റം കണ്ടെത്തണം. ഏത് കാര്യത്തിനകത്തും നന്മയേക്കാൾ അപ്പുറത്ത് വിമർശനാത്മകമായ ബുദ്ധിയോടുകൂടി സമീപിച്ച് കുറ്റം കണ്ടെത്തുന്നതായിരിക്കുന്ന ഒരു കൂട്ടർ, ഈ ഒരു വിഭാഗം ഇന്ന് അതിശക്തമായി ഉയരുന്നുണ്ട്. അത് സഭയിലുമുണ്ട്, സമൂഹത്തിലുമുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തോടു കൂടി തന്നെ ഈ വിഭാഗത്തിന് കുറേ കൂടി സ്വാതന്ത്ര്യവും ലഭ്യമായല്ലോ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടുന്നത്. ഇങ്ങനെ ഉള്ള വിമർശനാത്മകതയെ ക്രിസ്തു വിളിക്കുന്നത് കപടഭക്തി എന്നുള്ളതാണ്. എല്ലാത്തിനകത്തുമൊക്കെ ഉണ്ട്. പക്ഷേ അവനൊരു നന്മ ലഭിച്ചപ്പോൾ അത് അംഗീകരിക്കാതെ ശാപത്തിൻ്റെ പേര് പറഞ്ഞ് വിമർശിക്കുന്നവർ. അതോടൊപ്പം തന്നെ ഈ ദിവസം നമ്മൾ കാണുന്ന മറ്റൊരു കൂട്ടരാണ് കുരുടനായിരുന്ന മനുഷ്യൻ്റെ മാതാപിതാക്കൾ. അവരാരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള തിരുവചനത്തിൽ അവർ യഹൂദന്മാരെ ഭയപ്പെട്ടുകൊണ്ട് പലതും പറയുകയാണ്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നതിനാൽ അവൻ്റെ അമ്മയപ്പന്മാർ അവരെ ഭയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, യേശുവിനെ കുറിച്ച് പറയുന്നതിന് ഇന്ന് ഭയമുള്ള ഒരു സമൂഹം ഇന്നുമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ യേശുവിനെ കുറിച്ച് പറയാൻ നാണിക്കരുതേ. ഒരുപാട് പേര് യേശുവിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആരെയൊക്കെയോ ഭയന്നിട്ട്, എന്തിൻ്റെയൊക്കെയോ പിന്നാലെ പോയിട്ട് യേശുവിനെ കുറിച്ച് പറയാൻ നാണക്കേടാണോ അതോ ഭയമാണോ എന്നറിയാത്ത ഒരു കാലഘട്ടം. നമ്മുടെ കർത്താവ് പറയുന്നുണ്ടല്ലോ, ഈ ഭൂമിയിൽ എന്നെ പറയുന്നവനെ ഞാൻ സ്വർഗത്തിലേറ്റ് പറയുമെന്ന്. ഈ ഭൂമിയിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ഞാൻ സ്വർഗത്തിലും തള്ളിപ്പറയുമെന്ന്. നമ്മുടെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ നമുക്ക് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാം, യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കാം. അതിന് ഈ ദിനം ഇടയാകട്ടെ. നമ്മുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിമർശനാത്മകതയിൽ നിന്ന് വിട്ടുനിന്ന് നല്ല സ്വഭാവത്തോടു കൂടി ഇടപെടാം. യേശുവിനെ പ്രഘോഷിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.